വിദ്യാ വിജയൻ എന്ന പേര് പ്രേക്ഷകർ മറന്നു കാണാൻ സാധ്യതയില്ല. ഒരു പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, അത് എടുത്തന്നെ പറയണം, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയെന്ന് ആരോപിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് പരസ്യമായിട്ട് വിചാരണ നടത്തിയ വ്യക്തിയാണ് വിദ്യാ വിജയൻ. അതിൻ്റെ ഭാഗമായിട്ട് ആ വ്യക്തിക്കെതിരായിട്ട് വിദ്യാ വിജയനെതിരായിട്ട് ശക്തമായ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും ശക്തമായ പ്രചാരണം നടത്തുകയും ഒരു വിചാരണ വെച്ചാൽ കോടതിയായിട്ട് ജഡ്ജും ജുഡീഷ്യറിയുമായിട്ട് മാധ്യമങ്ങൾ ചേർന്ന് വിചാരണ നടത്തി തകർക്കാൻ ശ്രമിച്ച വ്യക്തിയുടെ പേരാണ് വിദ്യാ വിജയൻ. വിദ്യാ വിജയൻ ഇപ്പോൾ ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ഷെഹസാദ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേംകുമാർ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് വായിക്കേണ്ടതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇതൊരു നോവലിനെ പറ്റിയല്ല, നോവലിസ്റ്റിനെ പറ്റിയുമല്ല. ഇതോടൊപ്പമുള്ളത് നോവലിൻ്റെയും നോവലിസ്റ്റിൻ്റെയും ചിത്രങ്ങളാണെന്നാലും കയ്യിൽ നിന്ന് പോയ കരുതിയ ജീവിതം അസാമാന്യ ധൈര്യത്തോടെ മനോഹരമായ ഒരു നിസ്സംഗതയോടെ തിരിച്ചു പിടിച്ചൊരു പെൺകുട്ടിയെക്കുറിച്ചാണ്. വിദ്യാ വിജയൻ അട്ടപ്പാടിയിലെ കോളേജിൽ താൽക്കാലിക ജോലി കിട്ടാൻ എറണാകുളം മഹാരാജാസിൽ അതേ ജോലി ചെയ്തിരുന്നു എന്നൊരു സർട്ടിഫിക്കറ്റ് ഫോർജ് ചെയ്ത പെൺകുട്ടി. സംശയമൊന്നുമില്ല, പോലീസ് കേസും നിയമ നടപടികളും നേരിടുകയും കുറ്റക്കാരിയെന്ന് തെളിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യം തന്നെ. പക്ഷേ ഈ പോസ്റ്റ് മരണക്കം ഇടതുപക്ഷത്തുള്ളവരെല്ലാം അരുതാത്തതെന്ന് തന്നെ തുറന്നു പറഞ്ഞ കാര്യം. പക്ഷേ വിദ്യയിലൂടെ വേറെ എന്തിനൊക്കെയോ ലക്ഷ്യം വെച്ച് ഇവിടുത്തെ മാധ്യമ വലതു മുന്നണി നടത്തിയ കേരളം കണ്ടതിൽ ഏറ്റവും അനുപാതരഹിതമായ മനുഷ്യത്വരഹിതമായ ആക്രമണമായിരുന്നു. വിദ്യയെ മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അവരുമായി കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്ന സകലരെയും ടാർഗറ്റ് ചെയ്തിരുന്ന പ്രൊപ്പഗാൻഡ. പണ്ടെപ്പോഴോ ഒരു ഫോട്ടോയിൽ കൂടെ നിന്നതിനാണ് സുനിൽ പി ഇളയിടത്തിനെതിരെ സംഘികളുടെ പതിവ് തെറിവുകൾക്കൊപ്പം ഓളിയിടം വിദ്യ എന്നായിരുന്നു ഒരു മുത്തശ്ശി ചാനലിൻ്റെ ഹെഡ്ലൈൻ. പേരിനൊപ്പം കുട്ടോത്ത് എന്നുള്ളതിനാലാണ് ഷംസുദ്ദീൻ പി കുട്ടോത്തിനെതിരെ ഭീകര ക്യാമ്പയിൻ നടന്നത്. വിദ്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത സ്ഥലത്തിൻ്റെ പേരിലുള്ള മറ്റൊരിടത്ത് താമസിക്കുന്ന പരീക്ഷത്തിൻ്റെ ഗീത ടീച്ചറെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് ഡിമാൻഡ്. ഏത് കുട്ടോത്താണെന്നറിയാത്ത ആവളയിലെ സകല വീടുകളും കയറി ഇറങ്ങിയിരുന്നു മാധ്യമ മഹാന്മാർ. ബഹളം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം മറന്നുപോയ വിദ്യ 3 മാസം മുൻപാണ് ഒരു FB എഴുത്തിലൂടെ വീണ്ടും വരുന്നത്. ഇത്തരമൊരവസ്ഥയിൽ ഒറ്റയ്ക്കായി പോകുന്ന ഒരാളിൻ്റെ നിസ്സഹായതകൾ മടിയേതുമില്ലാതെ എഴുതിയിരുന്നു വിദ്യ. ഒറ്റപ്പെടലിൻ്റെ എല്ലാ സാധ്യതകളെയും തിരിച്ചു പരാജയപ്പെട്ട് ആശുപത്രി കിടക്കുകയാണ്. ഉറങ്ങുമ്പോൾ ഹാഷ്മിയുടെയും നിഷയുടെയും ഷാനിയുടെയും ഒക്കെ ഘോരഘോര പ്രസംഗങ്ങളാണ് കാതിലേക്ക് കുത്തിയിറങ്ങുക. സത്യത്തിൽ ഉറങ്ങിയിട്ട് വർഷം 1 ഉറക്കക്കുറവിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങി. പിന്നെ അത് പലതായി. ജീവിതത്തിൻ്റെ ഒറ്റയാൽ പോരാട്ടം നടക്കുന്നത് അവിടെ മാത്രമാണ്. ഈ ഭയം ശരീരത്തെ ആകമാനം വെന്തു നീറിയത് കൊണ്ടാകാം പുറത്തു കടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ പോവുകയാണ്. നോക്കുന്ന നോട്ടങ്ങളെ പിന്തള്ളിക്കൊണ്ട് പരിഹാസചിരികളെ ഇന്ന് ഈ നിമിഷം ഞാൻ അവ കണ്ടിട്ടേ ഇല്ല എന്ന് ഉറച്ച് തിരികെ വരാൻ ഉറച്ച് തന്നെ നിന്നു വിദ്യ. അവൾക്കൊപ്പം പല കൂട്ടുകാരും. ഇതിപ്പോൾ വായിക്കുന്ന നിങ്ങളോ എഴുതുന്ന ഞാനോ ആയിരുന്നെങ്കിൽ തീർന്നു പോകുമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് വിദ്യ തിരിച്ചു വരുന്നു. 2021 നല്ല കഥയ്ക്കുള്ള മാതൃഭൂമി പുരസ്കാരം ലഭിച്ച വിദ്യ ആദ്യ നോവലുമായി വരുന്നു ഷെഹസാദ്. വിദ്യക്കൊപ്പമുണ്ട് എന്ന് പൊങ്ങച്ചം പറയാനല്ല ഈ പോസ്റ്റ്. ഈ കൊപ്പമുണ്ടാകൽ അവർക്കിനി വേണമെന്നില്ലെന്ന് തോന്നുന്നു. പിശകുകൾ നമുക്കാർക്കും പറ്റാം. ന്യായമായ നിയമപരമായ ശിക്ഷകൾ വാങ്ങാനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ്. എന്നാൽ അതിനൊന്നും നേരം നൽകാതെ ഞങ്ങളെ അങ്ങ് തീർത്തു കളയാൻ നമുക്ക് നേരെയും വന്നേക്കാം ക്യാമറയും കൂലും കൊണ്ട് പല അവതാരങ്ങൾ. അന്നേരങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ബലമാവുന്നൊരു അനുഭവമാണ് വിദ്യയുടേത്. അഭിവാദ്യങ്ങൾ വിദ്യാ വിജയൻ എന്ന് പറഞ്ഞാണ് പ്രേംകുമാറിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. വ്യക്തമായിട്ടാണ് അദ്ദേഹം കാര്യം എഴുതിയിട്ടുള്ളത്. ആ ബുക്കിനെ കുറിച്ചോ ബുക്ക് എഴുതിയ ആളെക്കുറിച്ചോ അല്ല, ബുക്ക് എഴുതിയ ആളിൻ്റെ പഴയ കുറച്ച് അനുഭവങ്ങളെക്കുറിച്ചാണ്. മാധ്യമങ്ങൾ കൊട്ടേഷൻ എടുത്ത വ്യക്തിയായിരുന്നു വിദ്യാ വിജയൻ. പക്ഷേ അതിനെ അതിജീവിക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തോക്കാതെ നിന്ന ഒരു വ്യക്തി കൂടിയാണ് വിദ്യാ വിജയൻ എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ കാര്യം, പ്രേംകുമാർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അത് മാത്രമാണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. വിദ്യക്കൊപ്പമുണ്ട് എന്ന് പൊങ്ങച്ചം പറയാനല്ല ഈ പോസ്റ്റ്. ഈ കൊപ്പമുണ്ടാകൽ അവർക്കിനി വേണമെന്നില്ലെന്ന് തോന്നും. പിശകുകൾ നമുക്കാർക്കും പറ്റാം. ന്യായമായ നിയമപരമായ ശിക്ഷകൾ വാങ്ങാനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ്. എന്നാൽ അതിനൊന്നും നേരം നൽകാതെ നമ്മളെ അങ്ങ് തീർത്ത് കളയാൻ നമുക്ക് നേരെ വന്നേക്കാം ക്യാമറയും കോലും കൊണ്ട് പല അവതാരങ്ങൾ. അന്നേരങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ബലമാവുന്നൊരു അനുഭവമാണ് വിദ്യയുടേത്. അഭിവാദ്യങ്ങൾ വിദ്യാ വിജയൻ.